ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് മെയ് 12 വിശുദ്ധ നെരയൂസും അക്കില്ലയൂസിൻ്റെയും തിരുനാൾ. വിശുദ്ധ ഫ്ലാവിയ ഡൊമിറ്റിലായുടെ ഭൃത്യന്മാരായ സൈനികരായിരുന്ന ഇവർ ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ ആജ്ഞ അനുസരിച്ച് രാജകുമാരി ഫ്ലോവിയായോട് കൂടി ഇവരെയും പോൺസിയ ദ്വീപിലേക്ക് നാടുകടത്തപ്പെട്ടു. അവിടെ ട്രാജൻ ചക്രവർത്തിയുടെ കൽപ്പന പ്രകാരം അവരുടെ കഥ കഴിച്ചു. അവരുടെ ശരീരം വിശുദ്ധ ഡൊമിറ്റിലിയായുടെ ശ്മശാനത്തിൽ സംസ്കരിക്കപ്പെട്ടു. 1896 ശ്മശാനം കുഴിച്ചപ്പോൾ സീരിയൂസ് മാർപ്പാപ്പ 490 നിർമ്മിച്ച ദേവാലയത്തിനകത്ത് അവരുടെ കുഴിമാടം കാണുകയുണ്ടായി. അവരുടെ രക്തസാക്ഷിത്വം കഴിഞ്ഞ് 200 വർഷത്തിനു ശേഷം ഗ്രിഗോറിയോസ് മാർപ്പാപ്പ ചെയ്ത പ്രസംഗത്തിൽ ഇപ്രകാരം പറഞ്ഞു: നാം ആരുടെ പാർശ്വത്ത് സമ്മേളിച്ചിരിക്കുന്നുവോ ആ വിശുദ്ധർ സമാധാനവും സമ്പത്തും ആരോഗ്യവും വാഗ്ദാനം ചെയ്യുന്ന ലോകത്തെ വെറുക്കുകയും ചവിട്ടിത്തേക്കുകയും ചെയ്യുന്നു. പിന്നീട് അവരുടെ ശവകുടീരത്തിൽ സ്ഥാപിച്ച ലിഖിതം സൈനികരായ നെരയൂസും അക്കില്ലയൂസും ഭയം നിമിത്തം സ്വേച്ഛാധിപതിയുടെ ക്രൂരമായ കൽപ്പനകൾ നിറവേറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത്ഭുതം! ഒരു നിമിഷത്തിൽ പെട്ടെന്ന് അവരുടെ മർദ്ദനോത്സുകത നിലയ്ക്കുന്നു. അവർ മാനസാന്തരപ്പെട്ട് ദുഷ്ടനേതാവിൻ്റെ പാളയത്തിൽ നിന്ന് തങ്ങളുടെ പോർച്ചട്ടയും പരിചയും രക്തപങ്കിലമായ അസ്ത്രങ്ങളും വലിച്ചെറിഞ്ഞ് അവർ പലായനം ചെയ്യുന്നു. ക്രിസ്തുവിലുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞതിൽ അവർ ആനന്ദം കൊണ്ടു. ക്രിസ്തുവിനെ പ്രതി മരിച്ച വിശുദ്ധരെ ഈ ദിനം ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കണമേ. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ, മാലാഖമാരെ ഇവർക്കു വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി നിത്യസൗഭാഗ്യം പങ്കിടാൻ അനുഗ്രഹമരുളണമെന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.